അയ്യന്റെ പുണ്യം നുകരാൻ വീണ്ടും ഒരു മണ്ഡലകാലം എത്തുകയാണ്. രോഹിണി, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭക്തജനലക്ഷങ്ങൾ ഇനി ഒഴുകുകയാണ്. അടുത്ത ആഴ്ച മുതൽ 16-ന് നട തുറക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന് ഭക്തജനങ്ങൾ ഒഴുകിത്തുടങ്ങും. ഇപ്പോഴും കാത്തിരിക്കുന്നത് അവഗണനയുടെ കഥകളാണ്. ഓരോ മണ്ഡലകാലത്തും ഇതാണ് പറയാനുള്ളത്. വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും വന്നു മടങ്ങുമ്പോഴും സന്നിധാനത്ത് നിന്നും മല ചവിട്ടുന്നതിനിടയിലും എത്രയോ ഭക്തജന ലക്ഷങ്ങളാണ്, എത്രയോ ഭക്തജനങ്ങളാണ് ഓൺലൈനിൽ നിന്ന് പോലും ജന ടിവിയുടെ നമ്പർ തേടിയെടുത്തിട്ട് വിളിച്ചു പറയുന്നത് പരാതിയും പരിഭവവും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോലും ഇപ്പോഴും വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോ മണ്ഡലകാലത്തും ചൂണ്ടിക്കാട്ടുന്നത്. അതാണ്, വലിയ സൗകര്യങ്ങളൊന്നും ഈ പാവപ്പെട്ട ഭക്തർക്ക് വേണ്ട. പക്ഷേ കുടിവെള്ളം, അതുപോലെ തന്നെ അവർക്കൊന്ന് ടോയ്ലറ്റ് സൗകര്യം, ഒന്ന് വൃത്തിയുള്ള ഒരു ഇരിപ്പ്, എവിടെയെങ്കിലും വിരിവെക്കാനുള്ള ഒരു സ്ഥലം, അങ്ങനെ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ അതുപോലും പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതുമാണ്. ഏതായാലും നമുക്ക് നമ്മുടെ പ്രതിനിധികളിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന് ആർ രാജീവ് തയ്യാറാണ്. തിരുവനന്തപുരത്ത് തന്നെ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ നിന്ന് വി വിനീഷ് തയ്യാറാണ്. ചെങ്ങന്നൂരിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരും. പമ്പയിൽ ഗോകുൽ രമേശ് ഉണ്ട്. പന്തളത്ത് മിഥുൻ മുരളിയുണ്ട്. നിലയ്ക്കലിൽ എം മനോജ് ഉണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് പക്ഷേ എരുമേലിയിൽ നിൽക്കുന്ന അരുൺ കൊടുങ്ങൂരിലേക്കാണ്. അരുൺ കൊടുങ്ങൂർ, നമസ്തേ, ഗുഡ് മോർണിംഗ്, സ്വാമി ശരണം. എന്താണ് എരുമേലിയിലെ അവസ്ഥ? എരുമേലിയിൽ പേട്ടത്തുള്ളതൊക്കെ നമ്മൾ ആഘോഷമായി കൊണ്ടാടുകയാണ്. പമ്പയിൽ സംഗമം നടത്തി, ആഘോഷപൂർവമായ സംഗമം നടത്തിയ ജർമ്മൻ പന്തലും ഈ ടോയ്ലറ്റും ഒക്കെ അഴിച്ച് കരാറുകാർ സ്ഥലം വിട്ടു കഴിഞ്ഞു. ഭക്തരെത്തുമ്പോൾ, യഥാർത്ഥ ഭക്തരെത്തുമ്പോൾ എന്താണ് അവിടെ കാണുന്ന കാഴ്ചകൾ? എന്താണ് സൗകര്യങ്ങൾ? എന്താണ് ഒരുക്കങ്ങൾ? അരുൺ. പ്രദീപിള്ള, രോഹിണി, ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ഈ എരുമേലിയുടെ ഒരു പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമുള്ള അത്ര ഗൗരവകരമായുള്ള വിഷയങ്ങൾ മാത്രം എരുമേലിയിൽ തന്നെയുണ്ട്. കാരണം അത്ര വിഷമത്തോടെ മാത്രമേ നമുക്ക് ഈ ഒരു മണ്ണിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയൂ. നമ്മളെന്തായാലും ഇന്ന് വന്ന രാവിലെ മുതൽ തന്നെ കാണുന്ന ഓരോ കാഴ്ചകളും അത്ര ദയനീയമാണ്. അതുതന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം എരുമേലിയുടെ ഒരു അവസ്ഥ. മണ്ഡലകാലം ആരംഭിച്ചാൽ രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ല, ഇങ്ങനെ പേട്ടതുള്ളി ആനന്ദ നൃത്തം ആടി വരുന്ന ഭക്തരെ കൊണ്ട് നിറയുന്ന ഇടമാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തേണ്ട ഒരു വഴിയാണ്. ശബരിമലയുടെ ഏറ്റവും സുപ്രധാനമായുള്ള ഇടത്താവളങ്ങൾ തന്നെയാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകുമെന്ന് മന്ത്രിയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞ ഒരിടമാണ്. അവിടുത്തെ ഒരു അവസ്ഥകൾ, അത് ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കോ ഒരു തരത്തിലുള്ള ഇടപെടലിലേക്കോ ഒന്നും പോയിട്ടില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായുള്ള ഒരു സത്യം തന്നെയാണ് നമുക്ക് ഈ അടുത്ത മണിക്കൂറുകളിൽ നിന്നും ഇവിടെ നിന്നും പറയാൻ കഴിയുക. അത് നമുക്കറിയാം, ഇവിടെ നല്ലൊരു ആശുപത്രിയുടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് നിലനിൽക്കുന്നത്. ശബരിമലയോ അതോടൊപ്പം തന്നെ അനുബന്ധ കേന്ദ്രങ്ങളിലോ, പമ്പയിലോ നിലയ്ക്കലോ എരുമേലിലോ ഒരു അത്യാഹിതമുണ്ടായാൽ അവർ ഓടിയെത്തേണ്ട ഒരിടം അങ്ങ് അപ്പുറത്തേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് എത്തേണ്ടത്. അതോടൊപ്പം തന്നെ പേട്ടതുള്ളൽ പാതയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ വിശദമായി ചർച്ച ചെയ്താണ്. പേട്ടതുള്ളൽ പാതയിൽ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ദുരിതം, ആ ഭക്തർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ വിരിവെക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ ഒരുക്കി നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കും പോയിട്ടില്ല, ഒരു തരത്തിലുള്ള ഇടപെടലും പോയിട്ടില്ല. ഏതായാലും ദൃശ്യങ്ങൾ സഹിതം ഈ വാർത്തകളൊക്കെ തന്നെ കാണും. അതോടൊപ്പം തന്നെ ഏറ്റവും മോശകരമായുള്ള ഒരു അവസ്ഥയിലേക്ക് എരുമേലിയെ സംബന്ധിച്ചോളം പേട്ടതുള്ളൽ എന്നുള്ളതാണ് ഈ എരുമേലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്ന്. പേട്ടതുള്ളാതെ ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഭക്തരും ഉണ്ടാകില്ല. അങ്ങ് ചെറിയമ്പലത്തിൽ നിന്നും പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന പേട്ടതുള്ളൽ അവസാനിക്കുന്ന ഒരിടമാണ് ഈ വലിയ നടപ്പന്തലിലാണ് അവസാനിക്കുന്നത്. ഇവിടെ നിന്നും തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു തോട്ടിൽ കുളിച്ചതിന് ശേഷമായിരിക്കും ഭഗവാനെ കാണുക. ആ തോടിൻ്റെ അത് അടക്കമുള്ള അവസ്ഥ എത്ര നിരുത്തരവാദപരമായിട്ടാണ് ദേവസ്വം ബോർഡും സർക്കാരും അതോടൊപ്പം തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളും ഈ ഒരു മണ്ഡലകാലത്തെ കാണുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
ചെയ്യേണ്ടത്. എന്തായാലും ഇതിൻ്റെ തെളിവുകൾ സഹിതം നിലവിലത്തെ അവസ്ഥകൾ സഹിതം ഭക്തർ ഇനി അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടി എന്തായാലും നമ്മൾ ഇവിടെ നിന്നും പ്രക്ഷേപണം ചെയ്യും. കാരണം അത്ര വലിയ ദുരിതത്തിലേക്ക് ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഒരു ദുരിതത്തിൻ്റെ ഒരു തീർത്ഥാടന കാലമാകും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും ഭക്തജന സംഘടനകളും അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ തന്നെ ആധികാരികമായി സംസാരിക്കുന്ന അറിയുന്ന ആളുകളൊക്കെ തന്നെയും ഇവിടേക്ക് എത്തും. അതോടൊപ്പം തന്നെ KSRTCയുടെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് പ്രശ്നങ്ങൾക്കു നടുവിലാണ് കേവലം 10 ദിവസങ്ങൾ അല്ലെങ്കിൽ 9 ദിവസങ്ങൾക്കപ്പുറം തിരുനട തുറന്നുകൊണ്ട് ആ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന എരുമേലിയിൽ ഉണ്ടായിരിക്കുന്നത് ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഒരു തരത്തിലുള്ള ഇടപെടലുകളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ സത്യമാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായുള്ള ഈ ഒരു മണ്ണിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുക. പ്രദീപുള്ള, രോഹിണി. ശരി, അരുൺ കൊടുങ്ങൂരാണ് എരുമേലിയിൽ നിന്ന് ചേർന്നത്. നമുക്ക് ഒന്ന് പമ്പയിലേക്ക് പോയാൽ പമ്പയിൽ നിന്ന് ഇപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ പ്രതിനിധി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് പമ്പയിലെ കാഴ്ചകൾ? ഗോകുലിലേക്ക് എത്താം. ഇപ്പോൾ നിലയ്ക്കലിൽ മനോജ് M ചേരുന്നു. മനോജ്, നിലയ്ക്കലാണ് വാഹനങ്ങൾ വന്നു ചേരുന്ന ഇടം, ഒരുപക്ഷെ ബേസ് ക്യാമ്പ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരിടം. നിലയ്ക്കലിൽ വെച്ചാണ് ഭക്തരുടെ വാഹനങ്ങൾ തടയുന്നതും അവിടെ നിന്ന് KSRTC ബസ്സിൽ പിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതടക്കം വിവാദമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ബസ് ചാർജ് സൗജന്യമായി കൊണ്ടുപോകാം എന്ന് ഭക്തജന സംഘടനകൾ പറഞ്ഞാൽ അത് അനുവദിക്കാറില്ല. എന്താണ് നിലയ്ക്കലിലെ സൗകര്യങ്ങൾ, കാഴ്ചകൾ, മനോജ്? തീർച്ചയായും പ്രദീപിള്ള, ഈ നിലയ്ക്കലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യ കുറവ് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അതായത് ഇത്രയധികം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുമ്പോൾ, അതായത് ശബരിമല സീസണിൽ തന്നെ കോടിക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്തുന്നത്. അവർ നിലയ്ക്കലേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്നും KSRTC ബസ്സിന് വേണം ശബരിമലയിലേക്ക് പോകാൻ. സാധാരണ നേരത്തെ പമ്പയിലാണ് പാർക്കിംഗ് അനുവദിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് നിലയ്ക്കലിൽ ഭക്തരെ തടയാൻ തുടങ്ങി. തിരക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നിലയ്ക്കലിൽ ഭക്തരെ ഇങ്ങനെ പിടിച്ചിടുവാനും തുടങ്ങി. അങ്ങനെ ഈ നിലയ്ക്കലിലേക്ക് എത്തുന്ന ഭക്തർക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് വർഷങ്ങളായി ഉയരുന്ന പരാതി തന്നെയാണ്. അത് ഇപ്പോഴും കാര്യമായ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ശുചിമുറികളായാലും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഭക്തർക്കുള്ള കുടിവെള്ളമായാലും ഭക്ഷണം, അതോടൊപ്പം തന്നെ ഈ KSRTC ബസ്സിൻ്റെ 3 ഇരട്ടി ചാർജൊക്കെ തന്നെ നമുക്കറിയാം. ശബരിമലയിൽ വരുന്ന ഓരോ ഭക്തൻ്റെ കയ്യിൽ നിന്നും ഈ KSRTC ഈടാക്കുന്ന ഒരു തുക എത്രയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു താൽക്കാലിക സംവിധാനങ്ങൾ മാത്രം ഇവിടെ പെട്ടെന്ന് ഒരുക്കിയിട്ടുള്ള താൽക്കാലിക സംവിധാനങ്ങൾ, അതും കാര്യമായ ഒരു വൃത്തിയോ മറ്റ് ഒന്നും തന്നെ ഇല്ലാതെ ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ശബരിമല നട തുറക്കുവാൻ. എന്നാൽ ഭക്തർക്ക് വേണ്ട സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ഒരുങ്ങിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ശുചിമുറികളുടെ കാര്യം, പണം നൽകി ശുചിമുറിയിൽ പോകാൻ ഭക്തർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം 1-2 ശുചിമുറികൾ ഇവിടെ ഉണ്ട് എന്നുള്ള അല്ലാതെ മറ്റു തരത്തിൽ ഇവിടെ എത്തുന്ന നിരവധി ഭക്തജനങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ഒരു സംവിധാനം ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ള സംഭവം. അതുതന്നെയാണ് ഓരോ ഭക്തരും ശരണമന്ത്ര ധ്വനികളോടുകൂടി ശബരിമലയിലേക്ക് പോകുവാൻ ഇവിടേക്ക് ആ വ്രതം നോറ്റുകൊണ്ട് ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അത് ചെറുതല്ല. അത് ഓരോ സ്ഥലത്തും നിലയ്ക്കലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്യാമ്പ് കൂടെയാണ്. അതായത് ഇവിടേക്കാണ് ഈ തിരക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ പമ്പയിലേക്ക് അവിടെ
ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനായി നിലയ്ക്കലിൽ വാഹനങ്ങൾ പിടിച്ചിട്ട് ഇവിടെ മുഴുവൻ ഭക്തജനങ്ങൾ എത്തുന്ന, അയ്യപ്പ ഭക്തർ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന് സമീപം തന്നെയാണ്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടേക്ക് ഈ ഭക്തജനങ്ങൾ ഒരുമിച്ച് എത്തുമ്പോൾ അവർക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല, അതോടൊപ്പം തന്നെ ഭക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. ശബരിമലയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ നിലയ്ക്കലിൽ നിന്നൊക്കെ ഫോൺ കോളുകൾ ഒരുപാട് വരാറുണ്ട്. അത് തന്നെയാണ് ഈ ഭക്തർക്ക് ഇവിടെ എത്തുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ എല്ലാ തവണയും വാഗ്ദാനം നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സംവിധാനം, അതായത് സർക്കാർ ഒരു വാഗ്ദാനം നൽകി അതിൻ്റെ പേരിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രാവർത്തികമാകാൻ ഇനിയും ഏറെ കാലമെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വിരിവയ്ക്കുവാനുള്ള സൗകര്യം, ഈ നിലയ്ക്കലിലെത്തുന്ന ഭക്തർക്ക് വിരിവയ്ക്കുവാൻ, അത് കൂടുതൽ ഭക്തർ ഇങ്ങോട്ട് എത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട സംവിധാനം ഒരുക്കുമെന്ന് വർഷങ്ങളായി തന്നെ സർക്കാർ പറയുന്നുണ്ടെങ്കിലും കൃത്യമായുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല. ഭക്തർ എവിടെയെങ്കിലുമൊക്കെ വിരിവെക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ അതിനുവേണ്ട വൃത്തി പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഈ ഒരു അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുവാൻ മനോജിലേക്ക് തിരികെ എത്താം. നിലയ്ക്കലിലെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. നമുക്ക് പമ്പയിൽ ഗോകുൽ രമേശ് കാത്തു നിൽപ്പുണ്ട്. അതുപോലെ തന്നെ പന്തളത്ത് മിഥുൻ മുരളിയുണ്ട്, ചെങ്ങന്നൂരിൽ സുധീഷ് ഗോപാലുണ്ട്. ഇവരിലേക്കൊക്കെ എത്താം ഒരു റൗണ്ട്.